പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷാ ദിവസം അടുത്തെത്താറായല്ലോ. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഇന്ന് മലയാളത്തിലെ പ്രശസ്ത ആധുനികോത്തര കവി പി രാമചന്ദ്രൻ എഴുതിയ ബത്തേരിക്കടുത്ത മലങ്കരയിൽ എന്ന കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള മലങ്കര എന്ന സ്ഥലം പ്രകൃതി ഭംഗിയാർന്നതാണത്. കവിക്ക് ആ കാഴ്ചകൾ സന്തോഷവും നൽകുന്നുണ്ട്. എന്നാൽ അത് ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വെറും പ്രദർശന വസ്തുവായി മാറുന്നു. പ്രകൃതിയോട് മനുഷ്യൻ പുലർത്തുന്ന ബന്ധം ചുരുങ്ങിപ്പോകുന്നു. അത് ക്യാമറ കോണിലും ക്യാപ്ഷനുകളിലും കമൻറ്റുകളിലുമൊക്കെയായി വെറും വാക്കുകളായി മാറുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആധുനിക ലോകത്തെ സുസ്ഥിര വികസനം എന്നത് കപട പരിസ്ഥിതി പ്രദർശനമായി മാറുന്നു. കള്ളത്തരമില്ലാത്ത അഥവാ അന്തസ്സുള്ള പരിസ്ഥിതി ബോധത്തെയാണ് ഈ കവിത ഉന്നം വയ്ക്കുന്നത്. നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വവും മൂല്യബോധവും ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കണം പരിസ്ഥിതി ബോധം എന്നത്. കേരളത്തിൻ്റെ ഹരിത ഭംഗിയും കലാപാരമ്പര്യത്തെയും കുറിച്ച് സൂചന നൽകുന്നതോടൊപ്പം നവ സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവ് നമ്മുടെ പരിസ്ഥിതിക്ക് ഏൽപ്പിച്ച തിരിച്ചടികളെക്കുറിച്ചും കവി വ്യക്തമാക്കുന്നു. വസ്തുതാപരമായ പരിസ്ഥിതി നിരീക്ഷണത്തിലൂടെയും അതിനോടുള്ള താത്വിക സമീപനത്തിലൂടെയും ഇന്നത്തെ കാലത്തെ കമൻറ്റിലേക്ക് സാംസ്കാരിക ബോധത്തെ കവി പരിഹസിക്കുന്നു. പോസ്റ്റ് മോഡേൺ പരിസ്ഥിതി ബോധത്തെയാണ് ഈ കവിതയിൽ തെളിഞ്ഞു കാണുന്നത്. നമ്മുടെ പ്രകൃതി സ്നേഹം വെറും പ്രകടന പരിധിയിൽ ഒതുങ്ങുന്നതായി നാം തിരിച്ചറിയുന്നു.